പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിജയൻ്റെ മകൾ വീണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ കടവന്ത്രയിലുള്ള ഓഫീസിൽ ഏതാണ്ട് 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അവർ മാസ്ക് വെച്ചിരുന്നു, കറുത്തൊരു മാസ്ക് വെച്ചിരുന്നു. ആ മാസ്ക് വെച്ചിരുന്നതുകൊണ്ട് അവരുടെ മുഖഭാവം നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏതാണ്ട് മുഖത്തിൻ്റെ ഒരു 1/4 ഭാഗവും ആ കറുത്ത മാസ്കിൽ മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ആ മാസ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വീണയുടെ അച്ഛൻ വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ കറുത്ത മാസ്ക് വെച്ച് വരുന്നവരെ തടയുമായിരുന്നു. എനിക്കത് ഓർമ്മ വന്നു. ആ വിജയൻ്റെ മകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ 10 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു കറുത്ത മാസ്കും ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നൊരു ഒരു വലിയ വിരോധാഭാസമായിട്ടാണ് എനിക്കത് തോന്നിയത്. പക്ഷേ വീണയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നവർക്ക് അത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒരു വളരെ ഗൗരവത്തിൽ വന്നു. ആ കാറിലേക്ക് കയറി അവർ രംഗം വിട്ടു. സുഹൃത്തുക്കളെ, വീണയെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത 10 മണിക്കൂറിനുള്ളിൽ നടന്ന ചില സംഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ. സുഹൃത്തുക്കളെ, അത് പങ്കുവെക്കുന്നതിന് മുമ്പ് നമ്മൾ വീണ എന്ന് പറയുന്ന വിജയൻ്റെ മകൾ ഇതുവരെ ജീവിച്ചു വന്ന ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം. ജനിച്ചു വീണ സമയം മുതൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിച്ചു വന്ന ഒരു വനിതയാണ് ഈ വീണ. എനിക്കൊന്ന് ജനിച്ച് വന്ന് സ്കൂളിൽ ചേർന്നത് എല്ലാ സൗകര്യങ്ങളുമുള്ള സർക്കാർ സ്വകാര്യ സ്കൂളിൽ, അതിനുശേഷം അമൃതാനന്ദമയിയുടെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ, ആ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കൊണ്ടുവിട്ടതും വലിയ ലക്ഷപ്രഭുക്കളായിരുന്നു, തിരിച്ചു വന്നതും ലക്ഷപ്രഭുക്കളായിരുന്നു, പോയത് മുന്തിയ കാറിലായിരുന്നു എന്നൊക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ സഖാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ കോളേജിൽ നിന്ന് പാസ്സായി ഇറങ്ങി ഏതാണ്ട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രവി പിള്ള എന്ന് പറയുന്ന ശതകോടീശ്വരൻ്റെ IT കമ്പനിയിൽ ഉന്നത സ്ഥാനം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ സ്ഥാനം, പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിതം. അതിനുശേഷം 2014 കമ്പനി രൂപീകരണം, എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരണം. ആ കമ്പനിയുടെ ഉടമ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തൻ്റെ മെൻറ്ററായിട്ടുള്ള ജെയ്ക്ക് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് PricewaterhouseCoopersലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവരെ സഹായിച്ചതൊക്കെ അന്ന് വലിയ വിവാദമായത് ഓർമ്മയില്ലേ? PricewaterhouseCoopers എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസൾട്ടിംഗ് കമ്പനിയാണ്. ആ കമ്പനിയിലെ അത്യുന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരിൽ ഒരാളായിട്ടുള്ള ജെയ്ക്ക് ബാലകൃഷ്ണനാണ് വിജയൻ്റെ മകളുടെ മെൻറ്റർ എന്നുള്ള നിലയിൽ അന്ന് നമ്മൾ വാർത്തകൾ കേട്ടിരുന്നതാണ്. അവരെത്ര പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. മുന്തിയ കാറുകളിൽ, മുന്തിയ വസ്ത്രങ്ങൾ, മുന്തിയ ചെരുപ്പുകൾ, മുന്തിയ ഹാൻഡ് ബാഗുകൾ, വിദേശ യാത്രകൾ, അതിലൊക്കെ അഭിരമിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ വീണ എന്ന് പറയുന്ന വിജയൻ്റെ മകൾ. പാർട്ടി ഈ പറഞ്ഞ പോലെ നിസ്വരുടെയും ദരിദ്രരുടെയും തൊഴിലാളികളുടെയും ഒക്കെ പാർട്ടി ആയിരുന്നുവെങ്കിലും വിജയൻ്റെ മകൾ അങ്ങനൊന്നും ആയിരുന്നില്ല. വിജയൻ്റെ മകളെ ഈ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കാൻ വിജയൻ ശ്രമിച്ചിരുന്നതേയില്ല. തൻ്റെ മകളൊരു ഒരു ലക്ഷപ്രഭുവോ അല്ലെങ്കിൽ ഒരു കോടീശ്വരിയോ ആയി മാറണം എന്നുള്ള ആഗ്രഹമായിരുന്നു അച്ഛൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അങ്ങനെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ അഭിരമിച്ച് പോന്ന വീണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ 10 മണിക്കൂർ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി പോകുന്ന കാണുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൽ അത്ഭുതമുണ്ടോ സുഹൃത്തുക്കളെ? നമുക്കറിയാം, 17-ാം തീയതി രാവിലെ 10:30 മണിയായപ്പോൾ ഭർത്താവ് മുഹമ്മദ് റിയാസ് ഒരു കറുത്ത ഒരു മുന്തിയ ഇന്നോവ കാറിൽ കൊണ്ടുവന്ന് 10:30 ആയപ്പോൾ ഭാര്യയെ അവിടെ ഇറക്കി വിടുന്നു. അദ്ദേഹം
എങ്ങോട്ടൊക്കെയോ പോകുന്നു. അത് സംബന്ധിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അവരവിടെ ചെല്ലുന്നു, അവർ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു, അവരുടെ മൊബൈൽ ഫോണൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കൊടുക്കുന്നു, അവരകത്തേക്ക് പോകുന്നു. അതിനുശേഷം അവിടെ ചെന്നപ്പോൾ സംഭവിച്ചതായി നമുക്കറിയാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂർ അവരെ അവിടെ അങ്ങനെ ഇരുത്തി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ അവരെ അവിടെ ഇരുത്തി. വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ ഇരുത്തുന്നത് ആരെയാ? ജനിച്ച് വീണപ്പോൾ മുതൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിച്ച, 10 വർഷം മുഖ്യമന്ത്രി ഈ ഭവനത്തിൽ ജീവിച്ച, അതിനു മുമ്പ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകളായി ശീതീകരിച്ച മുറിയിൽ ജീവിച്ച, ആവശ്യപ്പെടുന്നത് എന്തും അപ്പോൾ കിട്ടുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ച വീണയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഒരു ഇടുങ്ങിയ മുറിയിൽ ഏതാണ്ട് 1-2 മണിക്കൂർ നേരം തന്നെ എപ്പോഴാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, എത്ര ഒരു വിധി വൈപരീത്യമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ 1-2 മണിക്കൂർ അവിടെ ഇരുത്തിയതിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നപ്പോൾ ചോദ്യാവലി എഴുതി തയ്യാറാക്കിയാണ് കൊണ്ടുവന്നത്. ആ എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യം ചെയ്ത് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചോദ്യം ചെയ്യലിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യാനായിട്ട് അന്നേരം ഉപയോഗിക്കാനായിട്ട് 2 സാക്ഷികളെ ഉൾപ്പെടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ഉദ്യോഗസ്ഥന്മാർ അവിടെ തയ്യാറെടുത്ത് നിർത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വീണയോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു. എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദിച്ചു തുടങ്ങിയപ്പോൾ നിഷേധ സ്വരത്തിലായിരുന്നു വീണയുടെ മറുപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിജയൻ്റെ മകളാണല്ലോ, ആ താറ്റ്യോ അഹങ്കാരമൊക്കെ കുറേയൊക്കെ തൻ്റെ സ്വഭാവത്തിലും കാണുമല്ലോ. അങ്ങനെ നിഷേധാത്മകമായിട്ടുള്ള മറുപടികളിൽ ഊന്നി വീണ മുന്നോട്ട് പോയപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ മിതമായ ഭാഷയിൽ അവർ പറഞ്ഞതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞങ്ങളുടെ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചേ മതിയാവൂ. അങ്ങനെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ നിഷേധ നിലപാടിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞതോടെ വിജയൻ്റെ മകളായിട്ടുള്ള വീണ ഒന്ന് ഞെട്ടി എന്നാണ് നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം. കാരണം പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ പതിറ്റാണ്ടുകൾ ജീവിച്ച താൻ ജയിലിലേക്ക് പോകുമോ, ജയിലറയോ എന്നുള്ള ചോദ്യം അവരെ വല്ലാതെ ഞെട്ടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ വന്നതോടുകൂടി അവർ മയപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് നമുക്ക് ഉള്ളിൽ നിന്ന് വിവരം കിട്ടുന്നത്. അങ്ങനെ മയപ്പെട്ട അവർ ചോദ്യങ്ങൾക്ക് മറുപടി സാവധാനം പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞു തുടങ്ങി വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ മറുപടിയൊന്നും കൊടുക്കാൻ അവരുടെ കയ്യിലില്ല എന്ന്. കാരണം എന്താണ്, അവർക്കൊന്നും അറിയില്ല. അവർ കമ്പനി നടത്തുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ അച്ഛനും ബന്ധപ്പെട്ടവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവരൊരു ഉപകരണം മാത്രമായിരുന്നു. അച്ഛന് തൻ്റെ അഴിമതി പണം കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനം വേണമായിരുന്നു. ആ സ്ഥാപനമാണ് മകളുടെ പേരിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. മകൾക്കൊരു പുല്ലും അറിയത്തില്ല. സ്വാഭാവികമായും മകൾക്കൊരു ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ കഴിയില്ല. സേവനങ്ങൾ വല്ലതും കൊടുത്തോന്ന് ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞതായി മനസ്സിലാവുന്നത് ഞാൻ ഉപദേശമാണ് കൊടുത്തത് എന്നാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് സേവനമാണ് നിങ്ങൾക്ക് തന്ന 1,02,78,00,000 രൂപയ്ക്ക് പകരം കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ വീണ കൊടുത്ത മറുപടി താൻ ഉപദേശമാണ് കൊടുത്തത് എന്നാണ്. അതാണ് കൊടുത്ത മറുപടി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇമെയിൽ അയക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അതിനുശേഷം വന്ന ഒരു IT കമ്പനി ഇതുമായി ഒരു സോഫ്റ്റ്വെയർ ERP രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ഇമെയിൽ സന്ദേശങ്ങൾ കരിമണൽ കമ്പനിക്ക് അയച്ചു. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചോ എന്ന് ചോദിച്ചപ്പോൾ വീണയുടെ മറുപടി അതെങ്ങനെ ഇമെയിൽ സന്ദേശമൊന്നും അയക്കേണ്ടി വന്നില്ല, ഞങ്ങൾ നേർക്കുനേരാണ് സംഭാഷണം നടത്തിയത് എന്നാണ്. നേർക്കുനേർ 1-to-1 മീറ്റിംഗ് ആയിരുന്നു എന്നായിരുന്നു അതിനുള്ള മറുപടി. കരിമണൽ കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ 2 എഗ്രിമെൻ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യവും ഇത്ര പണം മേടിച്ച കാര്യമൊക്കെ അവർ സമ്മതിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം അവരോട് ചോദിച്ചു എന്തെങ്കിലും രേഖയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എൻ്റെ കമ്പനി പൂട്ടിപ്പോയി 2020. ആ പൂട്ടിപ്പോയ സമയത്ത് ആ കമ്പ്യൂട്ടറുകളിലായിരുന്നു എൻ്റെ രേഖകളെല്ലാം. അതുകൊണ്ട് കമ്പനി പൂട്ടിപ്പോയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു 1/4 പൈസ രേഖ പോലും ഇല്ല എന്ന് വീണയ്ക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ സമ്മതിക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ജയിലിലാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതോടുകൂടി മയപ്പെട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം പൊള്ളയായിരുന്നു, അതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ മാന്യമായിട്ടായിരുന്നു പെരുമാറ്റം.
ഞങ്ങൾ ഈ രേഖകളൊക്കെ ഒന്ന് പഠിക്കട്ടെ, പഠിക്കുന്നതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടി വരും, ഒരു സമൻസ് കൂടി ചിലപ്പോൾ ഞങ്ങൾ അയക്കും, അതിന് മറുപടിയായിട്ട് ഒന്നുകൂടി വരേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് 10 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം 10 വർഷം കേരളത്തിലെ ഏകാധിപതിയായിരുന്ന, 10 വർഷം കേരളത്തിലെ ഏക ഛത്രാധിപതിയായിരുന്ന, 10 വർഷം ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ജനാധിപത്യ സംവിധാനത്തിലെ രാജാവായിരുന്ന വിജയൻ്റെ മകൾ വീണ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി 10 മണിക്കൂർ നേരമുള്ള നിരന്തര ചോദ്യം ചെയ്യലിന് ശേഷം ഇറങ്ങിപ്പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ആ ചോദ്യം ചെയ്യലിൽ നടന്നത്. എന്തായാലും ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെ 8 ദിവസം ജയിലിലിട്ടതാണ്. എന്തിനാണ് ജയിലിലിട്ടതെന്നുള്ളത് വിജയനും അറിയില്ല, എനിക്കും അറിയില്ല, പോലീസിനും അറിയില്ല. അങ്ങനെ എന്നെ ജയിലിലിട്ട വിജയൻ, എന്നെ കസ്റ്റഡിയിലെടുത്ത വിജയൻ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ഇല്ലാതിരുന്ന എൻ്റെ മകൻ മാത്രമുള്ളപ്പോൾ ഒന്ന് റെയ്ഡ് നടത്തിയ വിജയൻ, ആ വിജയൻ്റെ മകൾ, ആ ഏകാധിപതിയുടെ മകൾ, ആ ഏക ഛത്രാധിപതിയുടെ മകൾ 10 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഇതൊരു കാവ്യനീതിയാണ് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.